എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. വെക്കേഷൻ അങ്ങനെ അമ്മയുടെ വീട്ടിലൊക്കെ പോയി കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ ഏറ്റുമാനൂർ ടോജോയുടെ അമ്മയുടെ വീട്ടിലും കൂടി ഒന്ന് പോകാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ പാലാ വഴി ഞങ്ങൾ ഏറ്റുമാനൂർക്ക് പോവുകയാണേ. പാലയിൽ കുരിശുപള്ളിയൊക്കെ ഈയിടെ ഒന്ന് മെയിൻ്റനൻസ് പണിയൊക്കെ കഴിഞ്ഞ് നല്ല കളറൊക്കെ ആയി സുന്ദരിയായിട്ടിരിപ്പുണ്ട്. നിങ്ങളൊക്കെ ഇതുവഴി വന്നപ്പോൾ ശ്രദ്ധിച്ചായിരുന്നോ ഇതൊക്കെ? ടോജോ ശരിക്കും ഭാഗ്യവാനാണ് കേട്ടോ. ടോജോയുടെ അമ്മയുടെ പേരൻസ് 2 പേരും, അപ്പച്ചനും അമ്മച്ചിയും ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ അവിടെ പോയി നിൽക്കുകയും കൊച്ചുമോനായിട്ട് അതിലേക്ക് കറങ്ങി അടിച്ച് നടക്കുകയൊക്കെ ചെയ്യാൻ ടോജോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പം എനിക്കിപ്പം എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ മരിച്ചു, അതുകൊണ്ടൊരു സങ്കടമുണ്ട്. എൻ്റെ അമ്മയുടെ സൈഡിലും അപ്പൻ്റെ സൈഡിലും 2 പേരും ഇപ്പോൾ ഇല്ല. അങ്ങനെ പല പല കാരണങ്ങളുണ്ട് നമുക്ക് അവിടെ പോകാനായിട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും, പിള്ളേർക്കും ഞങ്ങൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അവിടെ പോയി ഒരു ദിവസം നിൽക്കാനായിട്ട്. വായിക്കോടെ ഉണ്ട്. ആ, അന്ന് തന്നെ ജനിച്ച ആട് വലുതായി കാണുമായിരിക്കും. 1 മാസമായി. ഏറ്റുമാനൂർ ടൗണിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ വീട്. ഈ വീടും ഈ പരിസരവും എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ ഓരോ തവണ വരുമ്പോഴും ഇവിടെ ഫാമുണ്ട് വീടിനോട് ചേർന്ന് തന്നെ. ഫാമിലുള്ള കുറേ ആടും പശുക്കളും ഉണ്ട്. ഓരോ തവണ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ അവിടെ കാണും. അപ്പോൾ അതിനൊക്കെ ഒന്ന് കാണുക, പരിചയപ്പെടുക, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഒരു തവണ ഞാൻ ഇവിടെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കാം. കാരണം ഓരോ തവണ ഇവിടെ വരുമ്പോൾ ഒരുപാട് പുതുമകളുണ്ടാവും. ആടുമ്പൂ അവനെന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിക്കോ അതുക്കളെ. അതെ, കാലൊക്കെ എടുത്ത് വെച്ചിരുന്നു, ചൊറിയുന്നു, ചാടി വരാൻ നോക്കുന്നു. ഓ, ഇത് പുതിയ ആളാണല്ലോ. ഇത് പുതിയ ആളാണല്ലോ. ആ ഇല്ലായിരുന്നു, വീഡിയോ എടുത്തപ്പോഴും ഇല്ല. പിന്നെ ഇതിനൊരു പ്രത്യേകതര രൂപം. ഇതാണോ നമ്മുടെ ലേബർ റൂം? ഇനിയാന്നുണ്ടായതുള്ളൂ. ഇതുകൊണ്ട് അവര് കിടക്കുന്നുണ്ട. കുഞ്ഞ് ബേബി അമ്മ കെട്ടിപ്പിടിച്ചുറങ്ങുന്നുണ്ടോ വഴക്കൊന്നുമില്ലാതെ? സഹിവാൾ രാത്രിയൊക്കെ പോയില്ലേ? ചൊറിയോ? അപ്പൊ കൊമ്പ് വെച്ചിങ്ങനെ അല്ലാത്ത ക്ലീനിക്കാണല്ലോ. സൗന്ദര്യബോധമുള്ള പശുവാണ്. എനിക്കത് ക്ലീൻ ചെയ്താണെന്ന് നല്ല രസമാണ്. എങ്ങനെ കാണിച്ചു പറയാ? വീട്ടില് ഇത് നല്ല മണമായിരിക്കും. ഒരു ഇലയെടുത്ത് മണത്തോക്കട്ടെ. മറി ഇതൊന്ന് മണത്ത് നോക്കിയേ. നല്ല നരിങ്ങല് മണം. ഇലുമ്പിക്കായോ? എക്സ്പ്രഷൻ എവിടെ ഇലുമ്പിക്ക? നമുക്കിപ്പൊ തന്നെ കൊടുക്കാം.
തരൂ തരൂ. കഴിച്ചു നോക്കിക്കേ. അറിയണെങ്കിൽ ഇനിയും വേണോ? ആ വായിലുണ്ടല്ലോ. ചാണകവണ്ടി ഈസ് ഗോയിങ്. കൗഡം കേക്ക്സ് അല്ല, കേക്ക്സ് ആയിട്ടില്ല. കുറേ നാളായിട്ട് ഞങ്ങൾ പ്ലാൻ ഇടുന്നതായിരുന്നു ഫ്രൂട്ട് ബെയിലൊന്ന് പോവാമെന്ന്, കോട്ടയത്തെ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കസിൻസിലേക്ക് കൂട്ടി ഫ്രൂട്ട് ബെയിലൊക്കെ പോയി. അതുപോലെ ഇന്ന് ഞങ്ങൾ ഈവനിങ്ങിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൽ കളിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം അവിടേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഡെക്കാത്തലോണിലൊന്ന് കയറി കേട്ടോ. രണ്ടുപേർക്ക് എന്നത് മേടിക്കാൻ മേടിച്ചു വേണമെങ്കിൽ. ആഞ്ഞിരിക്കണോ? അതെ,
പിടിക്കണ്ടെന്ന്. കുട്ടികളും അവരുടെ സന്തോഷമൊക്കെ ആയിരിക്കും നിങ്ങളെ വീഡിയോയിലൂടെ കൂടുതലും കണ്ടത്. കാരണം ഞാൻ ഇപ്പോഴും കുട്ടികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണിപ്പോൾ. ഈ ലോകത്തെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.